ഹായ്, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് 2024 നമ്മുടെ MDS എക്സാം സീരീസിൻ്റെ ഭാഗമായിട്ട് മുൻ വർഷങ്ങളിൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിസ്കഷനുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് നമ്മുടെ പാർട്ട് 1 ആണ്. വരുന്ന ദിവസങ്ങളിൽ പാർട്ട് 2, പാർട്ട് 3 അങ്ങനെയുള്ള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചതും ഈ വർഷങ്ങളിൽ ചോദിക്കാൻ ചാൻസുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഹൂ എമംഗ് ദ ഫോളോയിങ് രജപുത്ര റൂളർ ഡിഫീറ്റഡ് മുഹമ്മദ് ഗോറി ഇൻ ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ? അല്ല, ഇതൊരു പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ്. നമ്മുടെ മിഡീവൽ ഹിസ്റ്ററിയുടെ ഒരു ഭാഗമായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ തറൈൻ യുദ്ധങ്ങൾ അല്ലേ, നമുക്കറിയാം. തറൈൻ യുദ്ധം ആരൊക്കെ തമ്മിലാണ്? തറൈൻ യുദ്ധം നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. തറൈൻ യുദ്ധം ആരൊക്കെ തമ്മിലാണ്? മുഹമ്മദ് ഗോറിയും ആരും തമ്മിലാണ്? പൃഥ്വിരാജ് ചൗഹാനും തമ്മിലായിരുന്നു തറൈൻ യുദ്ധങ്ങൾ അല്ലേ. തറൈൻ യുദ്ധം ആരൊക്കെ തമ്മിലാണ്? മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിലായിരുന്നു തറൈൻ യുദ്ധങ്ങൾ നടന്നത്. സോ നമ്മുടെ ആൻസറായി പൃഥ്വിരാജ് ചൗഹാൻ. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പോകേണ്ടത്, നമുക്ക് തറൈൻ യുദ്ധം 2 തറൈൻ യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത് അല്ലേ. ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ AD 1191. ഇത് ഓർത്ത് വെച്ചു കേട്ടോ. ഏത് വർഷമാണ് ഒന്നാം തറൈൻ യുദ്ധം നടന്നതെന്ന് ചോദിച്ചാൽ AD 1191 ഫസ്റ്റ് തറൈൻ. ദെൻ രണ്ടാം തറൈനും ഉണ്ടല്ലേ. ആരൊക്കെ തന്നെയാണ് ആ യുദ്ധം? മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിലാണ് രണ്ടാം തറൈൻ യുദ്ധം. അത് ഏത് വർഷം? അത് AD 1192. 1192 രണ്ടാം തറൈൻ യുദ്ധം നടക്കുന്നത് അല്ലേ. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ 1191 സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈൻ 1192 രണ്ടാം തറൈൻ യുദ്ധം നടക്കുന്നത്. ഓക്കെ, അങ്ങനെ 2 തറൈൻ യുദ്ധം. പക്ഷേ വ്യക്തികൾ സെയിം ആൾക്കാർ തന്നെയാണ്. ആര്? മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിലായിരുന്നു ഏത് യുദ്ധം? തറൈൻ യുദ്ധം നടന്നിരുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ഈ തറൈൻ യുദ്ധങ്ങളെ പറ്റി പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബുക്കുണ്ടല്ലേ. ഏത് ബുക്കിലാണ് തറൈൻ യുദ്ധങ്ങളെ പറ്റി പറയുന്നത്? പൃഥ്വിരാജ് റാസോ അല്ലേ. നമ്മുടെ പൃഥ്വിരാജ് ചൗഹാന്റെ കഥ പറയുന്ന ഒരു ബുക്കാണ് ഇത്, പൃഥ്വിരാജ് റാസോ. ആരാ പൃഥ്വിരാജ് റാസോ എഴുതിയത്? അത് വേറൊരു എക്സാമിന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ആരാണ് ഓതർ ഓഫ് പൃഥ്വിരാജ് റാസോ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ആരുടെ ബുക്കാണ് പൃഥ്വിരാജ് റാസോ? അത് ചന്ദ് ബർദായിയുടെ പൃഥ്വിരാജ് റാസോ എഴുതിയത് ആരാണ്? ചന്ദ് ബർദായിയുടെ ഏതാണ്? പൃഥ്വിരാജ് റാസോ എഴുതിയത് ആരാണ്? ചന്ദ് ബർദായിയുടെ പൃഥ്വിരാജ് റാസോ. ഓക്കെ, നമുക്ക് ആ ബുക്കിലാണ് ഈ പൃഥ്വിരാജ് ചൗഹാൻ്റെ മുഹമ്മദ് ഗോറിയുടെയും നമുക്ക് ഈ ഒരു യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ സാധിച്ചത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യത്തിലൂടെ പോയാലോ? രണ്ടാമത്തെ ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് ഡിഡ് ബാബർ ഡിഫീറ്റഡ് ഇൻ ദ ഇയർ AD 1528 അറ്റ് ചന്ദേരി? നമുക്കറിയാം, മുഗൾസ് എന്ന് പറയുന്നത് മിഡീവൽ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. കാരണം ഇപ്പോൾ 2024 നമ്മുടെ ഈ കഴിഞ്ഞ CHL എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് മുഗളെന്ന് പറയുന്ന ഡൈനാസ്റ്റിയിൽ നിന്നും ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ മുഗൾസിൽ ഏറ്റവും പ്രധാനമാണ് മുഗൾസ് ചെയ്ത യുദ്ധങ്ങൾ. അതിലേറ്റവും പ്രധാനമാണ് ബാബർ ചെയ്ത 4 യുദ്ധം അല്ലേ. ബാബർ ഇന്ത്യയിൽ വന്ന് 4 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ചെയ്തായിരുന്നു. ഏതൊക്കെ യുദ്ധമാണ്? ഫസ്റ്റ് യുദ്ധം ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ഏത് വർഷമാണ് ഒന്നാം പാനിപ്പത്ത്? AD 1526 അല്ലേ. ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഏത് വർഷമാണ്? AD 1526. ആരൊക്കെ തമ്മിലാണ് യുദ്ധം? ബാബർ vs ആര്? ഇബ്രാഹിം ലോധി അല്ലേ. ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഏത് വർഷം? 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ദെൻ അടുത്ത് നമ്മുടെ ബാബർ രണ്ടാമത് ഇന്ത്യയിൽ ചെയ്ത യുദ്ധമാണ് ദ ബാറ്റിൽ ഓഫ് കൻവ എന്ന യുദ്ധം. ഏത് വർഷമാണ് കൻവ?
AD 1527, 26 അടുത്ത വർഷം, 27 ബാറ്റിൽ ഓഫ് ഏതാ? കൻവ യുദ്ധം. ബാറ്റിൽ ഓഫ് ഏതാണ്? ബാറ്റിൽ ഓഫ് കൻവ യുദ്ധം അല്ലേ? ഓപ്പോസിറ്റ് ആരാടാ? ബാബർ vs റാണ സംക്രമ. ആരൊക്കെ തമ്മിലാണ് കൻവ യുദ്ധം? റാണ സംക്രമയും ആരും തമ്മിൽ? ബാബറും തമ്മിൽ. ഏത് യുദ്ധം? ബാറ്റിൽ ഓഫ് കൻവ. ദെൻ മൂന്നാമത്തെ യുദ്ധമാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ കാണുന്നത്. ആര്? ബാറ്റിൽ ഓഫ് ചന്ദേരി. ഏത് വർഷമാണ് ചന്ദേരി യുദ്ധം? AD 1528, 26, 27, ദെൻ 28. മൂന്നാമത്തെ ചന്ദേരി. ആരൊക്കെ തമ്മിലാണ് ചന്ദേരി യുദ്ധം? ബാബറും ആരും തമ്മിൽ? നമ്മുടെ ഓപ്ഷൻ ആരാടാ? മേദനി റായി. ബാബറും മേദനി റായും തമ്മിലായിരുന്നു 28 ചന്ദേരി യുദ്ധം. ബാബറും മേദനി റായ് അല്ലേ? സോ യുദ്ധങ്ങൾ കണ്ടല്ലോ. P പാനിപ്പത്ത്, K കൻവ, C ചന്ദേരി. ദെൻ നാലാമത്തെ 29 ഗാഗ്ര യുദ്ധം. 1529 ബാബർ ചെയ്ത യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ഗാഗ്ര എന്ന് പറയുന്ന യുദ്ധം. ഗാഗ്ര യുദ്ധം AD 1529. ആരൊക്കെ തമ്മിലെന്നറിയോ? ബാബറും മുഹമ്മദ് ലോധിയും തമ്മിൽ. ആരൊക്കെയാണ്? ബാബറും മുഹമ്മദ് ലോധിയും തമ്മിൽ 1529 നടന്ന യുദ്ധമാണ് ഏത്? ബാറ്റിൽ ഓഫ് ഗാഗ്ര എന്ന് പറയുന്ന യുദ്ധം. അപ്പോൾ ഏതൊക്കെയാണ് 4 യുദ്ധങ്ങൾ? ഫസ്റ്റ് ഒന്നാം പാനിപ്പത്ത്, ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. രണ്ടാമത്തെ യുദ്ധം ഏതാ? രണ്ടാമത്തെ ബാറ്റിൽ ഓഫ് കൻവ. മൂന്നാമത്തത് ബാറ്റിൽ ഓഫ് ചന്ദേരി. ദെൻ നാലാമത്തത് ബാറ്റിൽ ഓഫ് ഗാഗ്ര. അങ്ങനെ 4 പ്രധാനപ്പെട്ട യുദ്ധം ആര് ചെയ്തിട്ടുണ്ട്? ബാബർ ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. സോ ഓപ്പോസിറ്റ് ആൾക്കാരെ കൃത്യമായി പഠിക്കുക. ഒന്നാം പാനിപ്പത്ത് ബാബറും ഇബ്രാഹിം ലോധി. ദെൻ ബാറ്റിൽ ഓഫ് കൻവ ബാബറും റാണ സംക്രമ. ബാറ്റിൽ ഓഫ് ചന്ദേരി ബാബറും മേദനി റായി. ദെൻ ഏറ്റവും അവസാനത്തത് ബാറ്റിൽ ഓഫ് ഗാഗ്ര യുദ്ധം. ഗാഗ്ര ബാബറും ആര് തമ്മിലാണ്? മുഹമ്മദ് ലോധിയും തമ്മിലായിരുന്നു ബാറ്റിൽ ഓഫ് ഏതാ? ഗാഗ്ര യുദ്ധം കേട്ടാ. ഇനി ബാബറുമായി യുദ്ധം ചോദിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യണം. PKCG എന്ന് ഓർഡർ പഠിച്ചു വെച്ചു കേട്ടോ. പാനിപ്പത്ത്, കൻവ, ചന്ദേരി, ഗാഗ്ര. ഈ ഓർഡർ പഠിച്ചാൽ വർഷം എഴുതാം. 26, 27, 28, 29 അല്ലേ? 1526, 27, 28, 29 PKCG. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഇതാണ്. വേർ ഈസ് കാണ്ടറിയ മഹാദേവ ടെമ്പിൾ സിറ്റുവേറ്റഡ്? നമ്മൾ ഈ കാണുന്ന ക്ഷേത്രമാണ് ഇന്ത്യയിലെ ദ മോസ്റ്റ് ഫേമസ് ആയ കാണ്ടറിയ മഹാദേവ ക്ഷേത്രം. ഈ ഒരു ടെമ്പിൾ എവിടെയാണ് ഇരിക്കുന്നത്? എവിടെയെന്നറിയോ? കാണ്ടറിയ മഹാദേവ ക്ഷേത്രം ഇരിക്കുന്നത് നമ്മുടെ ഖജുറാവോ ക്ഷേത്രങ്ങളാണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് ഏത്? ഖജുറാവോ ഖജുറാവോ ക്ഷേത്രം. ആ ഖജുറാവോ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട എന്താണ് ഒരു ടെമ്പിളാണ് ഏത്? ഈ കാണ്ടറിയ ഖജുറാവോ എവിടെയാ? നമ്മുടെ മധ്യപ്രദേശിലാണ് അല്ലേ? നമ്മുടെ മധ്യപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് ഏത്? ഖജുറാവോ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ആ ഖജുറാവോ ക്ഷേത്രങ്ങളുടെ ഭാഗമായി കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ടെമ്പിളാണ് ഏത്? അവിടുത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടെമ്പിൾ കൂടിയാണ് ഏത്? ഈ കാണ്ടരിയ മഹാദേവ ക്ഷേത്രമെന്ന് പറയുന്ന ഏത് മോണമെൻ്റെ ഭാഗമാണ്? ഖജുറാവോ ക്ഷേത്രങ്ങളുടെ ഭാഗമായി കാണപ്പെടുന്നു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം. ഹു അമംഗ് ദ ഫോളോയിങ് വാസ് അക്ബർ റവന്യൂ മിനിസ്റ്റർ? നല്ല ചോദ്യമാണ്. അക്ബറിൻ്റെ ധനകാര്യമന്ത്രി ആരാണ്? നമുക്കറിയാം ഈ അക്ബറിൻ്റെ കോർട്ട് ഭയങ്കര ഫേമസ് ആയ ഒരു കോർട്ടാണ് അല്ലേ? അക്ബറിൻ്റെ സദസ്സിൻ്റെ പേരാണ് 9 ജെംസ് എന്ന് പറയും അല്ലേ? 9 ജെംസ് അഥവാ നവരത്നാസ് എന്ന് പറയും. 9 രത്നങ്ങൾ അല്ലേ? അക്ബറിൻ്റെ കോർട്ടിൻ്റെ പേരാണ് എന്ത്? നവരത്നങ്ങൾ അഥവാ 9 ജെംസ് എന്ന് പറയുന്നത് അല്ലേ? അതിൽ ആരാണ് അക്ബറിൻ്റെ എന്ത് റവന്യൂ മിനിസ്റ്റർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഓപ്ഷനിലോട്ട് പോകാം. ആരൊക്കെയാണ്? ഇപ്പം ടാൻസൺ, ഓപ്ഷൻ എ ടാൻസൺ,
ടാൻസൺ അക്ബറിൻ്റെ കൊട്ടാരത്തിലെ മ്യൂസിഷ്യനാണ് കേട്ടോ. വേറൊരു എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, അക്ബറിൻ്റെ കൊട്ടാരത്തിലെ മ്യൂസിഷ്യൻ ആര്? ടാൻസൺ. അക്ബറിൻ്റെ കൊട്ടാരത്തിലെ മ്യൂസിഷ്യൻ ആരാണ്? സംഗീതജ്ഞൻ ടാൻസൺ ആണ്. ദെൻ രണ്ടാമത്തത് തോഡർമൽ. തോഡർമലാണ് അക്ബറിൻ്റെ കൊട്ടാരത്തിലെ ഫിനാൻസ് മിനിസ്റ്റർ. അതായത് ആര്? റവന്യൂ മിനിസ്റ്റർ കേട്ടോ. രാജാ തോഡർമൽ അക്ബറിൻ്റെ കൊട്ടാരത്തിലെ ഫിനാൻസ് മിനിസ്റ്റർ, ധനകാര്യമന്ത്രി, റവന്യൂ മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ ആരാണത്? രാജാ തോഡർമൽ ആണ്. ദെൻ മൂന്നാമത്തത് മാൻസിംഗ്. മാൻസിംഗ് ആണ്. മാൻസിംഗ് എന്ന് പറയുന്നത് അക്ബറിൻ്റെ കൊട്ടാരത്തിലെ സേനാപതി മിർബാക്ഷിയാണ്. മിർബാക്ഷി എന്ന് പറഞ്ഞാൽ സൈനിക തലവൻ. അക്ബറിൻ്റെ കൊട്ടാരത്തിലെ സൈനിക തലവൻ്റെ പേരാണെന്ത്? മാൻസിംഗ്, മിർബാക്ഷി എന്ന് പറയുന്നത്. ദെൻ ഏറ്റവും ലാസ്റ്റ് അക്ബറിൻ്റെ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി ആരാണ്? ബീർബൽ. ആരാണ്? ബീർബൽ. അക്ബറിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? ബീർബലാണ്. സോ നമ്മുടെ ഓപ്ഷനിലുള്ള 4 പേരും അക്ബറിൻ്റെ കൊട്ടാരത്തിൽ എന്താണ്? വളരെ പ്രധാനപ്പെട്ട പൊസിഷൻസ് അലങ്കരിക്കുന്ന ആൾക്കാരാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ അക്ബറിൻ്റെ കൊട്ടാരത്തിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള കവികൾ ജീവിച്ചിരുന്നു കേട്ടോ. അത് നവരത്നങ്ങളിൽ തന്നെ പെടുന്ന കുറച്ച് കവികളുണ്ട്. അതിൽ ഫസ്റ്റ് ആളാണ് അബ്ദുൾ റഹീം എന്ന് പറയുന്നത്. നവരത്നങ്ങളിൽ ഏറ്റവും ഫേമസ് ആയ കവിയാണ് അബ്ദുൾ റഹീം. ഈ റഹീമാണ് നമ്മുടെ ബാബറിൻ്റെ ഓട്ടോബയോഗ്രഫിയായ ബാബർ നാമയെ പെർഷ്യയിലേക്ക്, കാരണം ബാബർ നാമ എഴുതിയത് ആരാ? ബാബർ നാമ എഴുതിയത് ബാബറാണ്. പക്ഷേ ബാബർ എഴുതിയത് ഭാഷയിലാണത് ടർക്കിഷ് ലാംഗ്വേജിൽ, തുർക്കി ഭാഷയിലാണ് ബാബർ ഇത് രചിച്ചത് അല്ലേ. ആ ബാബർ നാമയെ പെർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അക്ബറിൻ്റെ കൊട്ടാരത്തിലെ കവിയായ അബ്ദുൾ റഹീമാണ്. റഹീമാണ് ഇതിനെ എന്ത് ചെയ്ത് ട്രാൻസ്ലേറ്റ് ഏത് ഭാഷയിലേക്ക്? പെർഷ്യൻ ലാംഗ്വേജിലേക്ക് ഇതിനെ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഓക്കെ. ദെൻ രണ്ടാമത്തെ കവി അബുൾ ഫസൽ. ആരാണ്? അബുൾ ഫസൽ. രണ്ടാമത്തെ കവിയാണ് ആര്? അബുൾ ഫസൽ. അബുൾ ഫസലാണ് അക്ബറിൻ്റെ അക്ബറിൻ്റെ ബയോഗ്രഫിയായ അക്ബർ നാമ എഴുതിയത് കേട്ടോ. അക്ബർ നാമ എഴുതിയത് അക്ബർ അല്ല കേട്ടോ. അക്ബർ നാമ എഴുതിയത് അക്ബറിൻ്റെ കവിയായ ആരാണ്? അബുൾ ഫസലാണ് അക്ബർ നാമ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. അക്ബർ നാമയൊക്കെ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്, ആരെഴുതിയാണ് അക്ബർ നാമയെന്ന്. ആരാണ്? അബുൾ ഫസലാണ് അക്ബർ നാമ എഴുതിയത്. ദെൻ മൂന്നാമത്തെ കവി അബുൾ ഫൈസി. ആരാണ്? അബുൾ ഫൈസി. നമ്മുടെ ഈ ഫസലിൻ്റെ ടിൻ ബ്രദറാണ് ആര്? ഫൈസി. ഫസൽ ഫൈസി സഹോദരങ്ങൾ എന്ന് പറയും, ഫസലും ഫൈസിയും. ഫൈസി എഴുതിയ ഒരു ബുക്കാണ് രാസ്നാമ. രാസ്നാമ ആരുടെയാണ്? ഫൈസി. ഫൈസി എഴുതിയ ഒരു ബുക്കാണ് ഏത്? രാസ്നാമ എന്ന് പറയുന്നത്. രാസ്നാമ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാഭാരതം ഉണ്ടല്ലോ, മഹാഭാരതത്തിൻ്റെ പെർഷ്യൻ വെർഷനാണ് കേട്ടോ. നമ്മുടെ എപ്പിക്കായ മഹാഭാരതത്തിൻ്റെ പെർഷ്യൻ ട്രാൻസ്ലേഷനാണ് ഏത്? രാസ്നാമ. ആരാണത് പെർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ആരാണ്? അബുൾ ഫൈസി ആണ് അതിനെന്ത് ചെയ്തിട്ടുള്ളത്? ട്രാൻസ്ലേറ്റ് ചെയ്തത്. അബുൾ ഫൈസി. ദെൻ നാലാമത്തെ കവിയുടെ പേരാണ് അബ്ദുൾ ഖോദിർ ബദനി കേട്ടോ. നമ്മുടെ നാലാമത്തെ അക്ബറിൻ്റെ കൂട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട എന്താണ് ഒരു കവിയാണ് അബ്ദുൾ ഖോദർ ബദനി എന്ന് പറയുന്നത്. ബദനിയും ഒരു ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് ബുക്ക് എന്നറിയോ? നമ്മുടെ എപ്പിക്കായ രാമായണം കേട്ടോ. രാമായണത്തെ പെർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആര്? അക്ബറിൻ്റെ കവിയായ അബ്ദുൾ ഖോദർ ബദനി. അപ്പം മഹാഭാരതവും നമ്മൾ കണ്ടു, രാമായണം അല്ലേ. മഹാഭാരതത്തെ പെർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാ? മഹാഭാരതത്തെ ആരാണ്? മഹാഭാരതം അഥവാ രാസ്നാമ ആരാ ട്രാൻസ്ലേറ്റ് ചെയ്തത്? അബുൾ ഫൈസി. പക്ഷെ അതുപോലെ രാമായണത്തെ പെർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അബ്ദുൾ ഖോദർ ബദനിയാണ് രാമായണത്തെ പെർഷ്യയിലേക്ക് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഒക്കെ മറക്കല്ലേ കേട്ടോ. ഇതൊക്കെ നവരത്നങ്ങളിൽ ഏറ്റവും ഫേമസ് ആയ ആൾക്കാരാണ്. ഇതിലിപ്പോൾ ഇനി ആരെ നവരത്നം ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. ഓക്കെ. അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നോട്ട് ചെയ്യുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത്
ക്വസ്റ്റ്യൻ എന്താടാ? ദ ലക്നോ പാക്ട് ഓഫ് 1960. നമുക്കറിയാം ഒരുപാട് എക്സാമിന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ലക്നോ പാക്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1916 ലക്നോ സെഷൻ. പലതവണ ഈ ക്വസ്റ്റ്യൻ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് വർഷം തന്നിട്ടുണ്ട്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ലക്നോ പാക്ട് ഏത് വർഷമാണ്? 1916 അല്ലേ? വാസ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ INC ആൻഡ് ഡാഷ്. നമുക്കറിയാം ലക്നോ സന്ധി എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട സംഘടനകൾ തമ്മിൽ ഒപ്പുവെച്ച ഒരു സന്ധിയാണ്. ആര്? കോൺഗ്രസ് പാർട്ടിയും നമ്മുടെ മുസ്ലിം ലീഗും തമ്മിലായിരുന്നു ഈ സന്ധി ഒപ്പുവെച്ചത് അല്ലേ? 1916 ലക്നോ സെഷനിൽ അല്ലേ? നമ്മുടെ കോൺഗ്രസിന് വേണ്ടി INCക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാ? നമ്മുടെ ബാലഗംഗാധര തിലക് അല്ലേ? നമ്മുടെ ലോക്മാന്യ തിലക്. നമ്മുടെ തിലകാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി എന്ത് ചെയ്തത്? ഒപ്പുവെച്ചതും. ആരാണ് മുസ്ലിം ലീഗിന് വേണ്ടി ഒപ്പുവെച്ചത് ഈ ഒരു സന്ധിയിൽ? നമ്മുടെ മുഹമ്മദ് അലി ജിന്ന അല്ലെ? ജിന്നയും തിലകും തമ്മിലായിരുന്നു ലക്നോ പാക്ട് എന്ത് ചെയ്തത്? അന്ന് ഒപ്പുവെച്ചു. ചിലപ്പോൾ ഇനി അടുത്ത എക്സാം ചോദിക്കുന്നത് ആരൊക്കെ വ്യക്തികളായിരിക്കും ചോദിക്കുന്നത്. ആരൊക്കെ വ്യക്തികൾ? INCക്ക് വേണ്ടി നമ്മുടെ ലോകമാന്യ തിലകും, അതുപോലെ മുസ്ലിം ലീഗിന് വേണ്ടി ആരാ? മുഹമ്മദ് അലി ജിന്നയുമാണ് ലക്നോ പാക്ട് 1960 എന്ത് ചെയ്യുന്നത്? ഒപ്പുവെച്ചു. അതുപോലെ ഈ സെഷൻ്റെ പ്രസിഡന്റും ആരെന്ന് ചോദിക്കാം. 16 ലക്നോ സെഷൻ്റെ പ്രസിഡന്റ് AC മാജുന്ദറാണ് കേട്ടോ. ഈ സെഷൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? AC മാജുന്ദർ. AC മജുന്ദർ ആണ് ഈ സെഷൻ്റെ എന്താണ്? അധ്യക്ഷൻ, പ്രതിനിധിസ്ഥാനം വഹിച്ചിരുന്നത്. പ്രതിനിധിസ്ഥാനം വഹിച്ചത് ആരാണ്? AC മാജുന്ദർ. ഓക്കെ ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? ഇത് ഭയങ്കര ലക്നോ പാക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായി പഠിച്ചിരിക്കുക, എക്സാമിന് ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? ഡ്യൂറിങ് ദ റൂൾ ഓഫ് ടിപ്പു സുൽത്താൻ വിച്ച് വാസ് ദി ക്യാപിറ്റൽ ഓഫ് മൈസൂർ? സിമ്പിൾ ചോദ്യമാണ്. ഇതിലേതാണ് മൈസൂരിൻ്റെ ക്യാപിറ്റൽ? ആരാടാ? സിമ്പിൾ ഓപ്ഷൻ ബി ശ്രീരംഗപട്ടണം അല്ലേ? നമ്മുടെ ശ്രീരംഗപട്ടണമാണ് മൈസൂരിൻ്റെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. മൈസൂരിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? ശ്രീരംഗപട്ടണം. ശ്രീരംഗപട്ടണമാണ് മൈസൂരിൻ്റെ എന്തെന്ന് പറയുന്നത്. മൈസൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സിമ്പിൾ ചോദ്യമാണ് അല്ലേ? ഓക്കെ. അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദി സാക്രഡ് ബുക്ക് ഓഫ് ബുദ്ധിസം? ബുദ്ധമതക്കാരുടെ സാക്രഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോളി ബുക്ക്. ബുദ്ധമതക്കാരുടെ ഹോളി ബുക്കിൻ്റെ പേരെന്താടാ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ? ബുദ്ധിസം ജൈനിസത്തിൻ്റെ വീഡിയോകൾ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ട് ആ ക്ലാസ്സുകൾ കാണുക. ഓക്കെ. ആരടാ? ത്രിപീഡിക അല്ലേ? ആരടാ? ത്രിപീഡിക. ത്രിപീഡികയാണ് ബുദ്ധമതക്കാരുടെ ഹോളി ബുക്ക്. ബുദ്ധമതക്കാരുടെ ഹോളി ബുക്ക് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ത്രിപീഡിക. ത്രിപീഡികയാണ് ബുദ്ധമതം. ഇതിലിപ്പം അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാഴ്സിയുടെയാണ് അല്ലേ? സിന്ധവസ്ഥ. നമ്മളെ പാഴ്സി മതവിഭാഗക്കാരുടെ ഹോളി ബുക്കാണ്, സാക്രഡ് ബുക്കാണ് ഏത്? അവസ്ഥ. തോറ. തോറ നമ്മുടെ ജൂതന്മാരുടെയാണ് അല്ലേ? ജൂതന്മാരുടെയാണ് ഏത്? തോറ. തനാക്ക് അല്ലേ? തോറയും തനാക്ക് അല്ലേ? അതൊക്കെ ആരുടെയാണ്? ജൂതന്മാരുടെ ഹോളി ബുക്ക്, സാക്രഡ് ബുക്കാണ് അല്ലേ? ഏത്? തോറയും തനാക്കൊക്കെ. ഓക്കെ. അതുപോലെ അംഗംസ്, അഗംസ് അല്ലേ? അഗംസ് അഥവാ അംഗംസ് ആരുടെയാ? ജൈനമതക്കാരുടെ അല്ലേ? നമ്മുടെ ജൈനമതക്കാരുടെ ഹോളി ബുക്കാണ് ഏത്? അഗംസ് അഥവാ അംഗംസ് എന്ന് പറയുന്ന അല്ലെ? ജൈനമതക്കാരുടെ ഹോളി ബുക്കിൻ്റെ പേരാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? ഹു റോട്ട് ബാബർ നാമ? കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്യുള്ളൂ. ബാബർ നാമ എഴുതിയത് ആരാടാ? ബാബർ ആണ് അല്ലേ? ബാബർ നാമ എഴുതിയത് ബാബർ. ഏത് ഭാഷയിലാണ്? ടർക്കിഷ് ലാംഗ്വേജിൽ. ഹു ട്രാൻസ്ലേറ്റ് ഇൻ ടു പെർഷ്യൻ? ആരാ ഇതിനെ പെർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്? അത് ഈ ഓപ്ഷനിൽ തന്നെ ഉണ്ട് അല്ലേ? റഹീം. അബ്ദുൾ റഹീമാണ് ബാബർ നാമയെ പെർഷ്യയിലേക്ക് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഓക്കെ. നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. ഓക്കെ. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? ഹു ഡിഫീറ്റഡ് എബ്രാഹിം ലോധി ഇൻ ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്? ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. ഒന്നാം പാനിപ്പത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ വർഷം ഏടാ? ഏത് വർഷമാണ് ഒന്നാം പാനിപ്പത്ത്? മനസ്സിൽ പറഞ്ഞേ, ഏത് വർഷമാണ് ഒന്നാം പാനിപ്പത്ത്? AD 1526. ആരൊക്കെ തമ്മിൽ? ബാബർ VS ആര്? എബ്രാഹിം ലോധി അല്ലേ? ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു ഒന്നാം പാനിപ്പത്ത് യുദ്ധം. നമ്മൾ പഠിച്ചതാ ഇന്ന് തന്നെ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇയർ വിജയനഗര എംപയർ ഫൗണ്ടഡ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരുപാട് തവണ
മിഡീവൽ ഇന്ത്യയിൽ നിന്നും മിഡീവൽ ഹിസ്റ്ററിയിൽ ചോദിച്ചുള്ള ചോദ്യമാണ് വിജയനഗര ഡൈനാസ്റ്റി എന്ന് പറയുമ്പോൾ അല്ലേ. ഏത് വർഷമാണ് രൂപീകരിച്ചത്? ഏത് വർഷമാടാ? AD 1336. ഓപ്ഷൻ സി അല്ലേ. AD 1336 വിജയനഗര സാമ്രാജ്യം രൂപീകരിച്ചു. ആരാ ഫൗണ്ടർ? ഹരിഹര ആൻഡ് ബുക്ക അല്ലേ. ഹരിഹരനും ബുക്കനുമാണ് എന്തിൻ്റെ സ്ഥാപകർ? വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകർ. എവിടെയാ ക്യാപിറ്റൽ വരുന്നത്? ഇതിൻ്റെ ക്യാപിറ്റൽ എവിടെയാടാ? നമ്മുടെ ഹംപിയാണ് അല്ലേ. കർണാടകയിലെ ഹംപിയാണ് വിജയനഗരത്തിൻ്റെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഏത് റിവറിൻ്റെ കരയിലാണ് ഹംപി? ഓൺ ദ ബാങ്ക്സ് ഓഫ് തുംഗഭദ്ര. നമ്മുടെ കർണാടകയിലെ തുംഗഭദ്ര നദിയുടെ കരയിലാണ് ഹംപി സ്ഥിതി ചെയ്യുന്ന. ആ ഹംപി ആയിരുന്നു ആരുടെ ക്യാപിറ്റൽ? വിജയനഗരത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആരാ സ്ഥാപിക്കുന്നത്? ഹരിഹരനും ബുക്കനും. ഏത് വർഷം? AD 1336 ഈ ഡൈനാസ്റ്റി രൂപീകരിച്ചത്. ഓക്കെ, അപ്പോൾ വിജയനഗരം ഭരിച്ചത് 4 വംശങ്ങളാണ് അല്ലേ. ആരൊക്കെയാ വംശം? വിജയനഗരം ഭരിച്ച 4 വംശങ്ങൾ ഏതൊക്കെയാണ്? വിജയനഗരം ഭരിച്ച 4 വംശം: സംഗമ വംശം അല്ലേ, സംഗമ ഡൈനാസ്റ്റി, ദെൻ സാലുവ വംശം, സാലുവ ഡൈനാസ്റ്റി, ദെൻ തുളുവ ഡൈനാസ്റ്റി, ഏറ്റവും ലാസ്റ്റ് അരവിഡു. അങ്ങനെ 4 വംശം. നമ്മൾ ഓൾറെഡി വിജയനഗരത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട്, ആ ക്ലാസ് കണ്ടാൽ മതി. വിജയനഗരത്തെ പറ്റിയുള്ള ഒരു ഐഡിയ, ബേസിക് ഐഡിയ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ കിട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ 4 വംശം, സംഗമ, സാലുവ, തുളുവ, അരവിഡു എന്ന് പറയുന്ന 4 വംശങ്ങളാണ് വിജയനഗര സാമ്രാജ്യം എന്ത് ചെയ്തിട്ടുള്ളത്? ഭരിച്ചിട്ടുള്ളത്. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സൈറ്റ് ഈസ് ഇൻ ഹരിയാന? ഇത് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഇതിലേത് സൈറ്റാണ് ഹരിയാനയിൽ ഇരിക്കുന്നത്? ഇൻഡസ് വാലിയുടെ ഏത് സൈറ്റ്? ഫസ്റ്റ് വൺ കാലിബംഗാൻ. കാലിബംഗാൻ നമുക്കറിയാം രാജസ്ഥാനാണ് അല്ലേ. ഇതിൻ്റെയും ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെയും ഒരു വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ഇൻഡസ് വാലിസേഷനെ പറ്റി പഠിക്കണമെന്നുള്ളവർക്ക് ആ വീഡിയോ കാണാം. നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ ആ ചാപ്റ്ററിനെ പറ്റി എവിടെ കിട്ടും? ആ വീഡിയോയിൽ കിട്ടും. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് കാലിബംഗാൻ രാജസ്ഥാൻ. ഡോളാവീര എവിടെയാ? ഗുജറാത്താണ് അല്ലേ. ഡോളാവീര എവിടെയാ? ഗുജറാത്ത്. രാഗി ഗർഗി അത് ഹരിയാനയിലാണ് അല്ലേ. രാഗി ഗർഗി എവിടെ? അപ്പോൾ ആൻസറായി. ഇതിൽ 4ാമത്തോടെ നോക്കാം. ലോത്തൽ നമുക്കറിയാം പോർട്ട് സിറ്റിയാണ്. പോർട്ട് അല്ലേ, നമ്മുടെ പോർട്ട് സിറ്റി, തുറമുഖം അല്ലേ, പോർട്ടല്ലേ ലോത്തൽ. പോർട്ട് എവിടെയാ? കടൽ, ഗുജറാത്ത് അല്ലേ. സോ അതിലൊരൊറ്റ സൈറ്റ് മാത്രമേ ഹരിയാനയിലുള്ളൂ. ആരാ? രാഗി ഗർഗി അല്ലേ. രാഗി ഗർഗി എവിടെയാണ്? ഹരിയാനയിൽ അല്ലേ. കാലിബംഗാൻ എവിടെയാ? രാജസ്ഥാൻ. ഗുജറാത്തിൽ ആരൊക്കെ? ധോളാവീരയും ലോത്തൽ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോയാലോ. അടുത്ത്, വെൻ വാസ് മുസ്ലിം ലീഗ് ഫൗണ്ടഡ്? ഏത് വർഷമാണ് മുസ്ലിം ലീഗ്? ഒരുപാട് എക്സാം ചോദിച്ചുള്ള സംഘടന കേട്ടോ ഈ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് എന്നാ രൂപീകരിച്ചതെന്നറിയോ? 1906 ഡിസംബർ 30. ഇതാണ് കറക്റ്റ് കേട്ടോ. ഡേറ്റ് ഉൾപ്പെടെ പഠിക്കുക. എന്നാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ 1906 ഡിസംബർ 30 മുസ്ലിം ലീഗ് എവിടെ വെച്ചെന്നറിയോ? നമ്മുടെ ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ചാണ് മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത്. ഏത് വർഷം? 1906 ഡിസംബർ 30. ഇതിൻ്റെ സ്ഥാപകർ എന്ന് പറയുന്നത്, ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് അഗാഖാൻ. മുസ്ലിം ലീഗിൻ്റെ ഫൗണ്ടറിൽ ഒന്ന് അഗാഖാൻ, രണ്ടാമത് നവാബ് സലീമുള്ള. ഇവരാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകർ കേട്ടോ. മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ്? ഒന്ന് അഗാഖാൻ, 2 നവാബ് സലീമുള്ള. ഏത് വർഷമാണ് രൂപീകരിച്ചത്? 1906 ഡിസംബർ 30 രൂപീകരിച്ചത്. എവിടെയാണ് രൂപീകരിക്കുന്ന സ്ഥലം? ധാക്കയിൽ വെച്ചാണ് ഈ ഒരു സംഘടന രൂപീകരിച്ചത് കേട്ടോ. അഗാഖാനാണ് സ്ഥാപകൻ. ദെൻ കൂടെ ഒരാളുടെ കൂടെ ഉണ്ട്, നവാബ് സലീമുള്ള. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ അബോളിഷ്ഡ് സതി? ആരാണ് ഇന്ത്യയിൽ സതി നിരോധിച്ചത്? നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സതി നിരോധിച്ച വർഷം ഏതാടാ?
AD 1829. കേട്ടോ, ആദ്യം ആ വർഷം പഠിക്കുക കേട്ടാ. ഏത് വർഷമാണ് സതി നിരോധിച്ചത് എന്നാ? AD 1829 അല്ലേ. അത് നിരോധിച്ച ഗവർണർ ജനറൽ ആരും ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി, വില്യം ബെൻഡിക്. ആരാ നിരോധിക്കുന്നത്? വില്യം ബെൻഡിക് ആണ് ഇത് നിരോധിച്ചത്. അന്നത്തെ ഗവർണർ ജനറലാണ് അല്ലേ ബെൻഡിക് പ്രഭുവായിരുന്നു. ഇനി ഈ സതി നിരോധിക്കുന്നതിന് ബെൻഡിക്കിനെ പ്രധാനമായും സഹായിച്ച നമ്മുടെ നവോത്ഥാന നായകൻ, റിനസൻസ് ലീഡർ ആരാടാ? അത് നമ്മുടെ രാജാറാം മോഹൻ റോയി ആണ് അല്ലേ. നമ്മുടെ രാജാറാം മോഹൻ റോയിയുടെ സഹായത്താലാണ് നമ്മുടെ ബെൻഡിക് പ്രഭു എന്ത് നിരോധിക്കുന്നത്? സതി നിരോധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രാജാറാം മോഹൻ റോയിനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. രാജാറാം മോഹൻ റോയി ഒരു സംഘടന, ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് 1828 ബ്രഹ്മസമാജ് എന്ന സംഘടന കേട്ടോ. ഏത് വർഷമാണ് ബ്രഹ്മസമാജ് രൂപീകരിച്ചത്? 1828, 1820 എന്ന് പറഞ്ഞാൽ സതി നിരോധിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള വർഷം. സതി നിരോധിക്കുന്നത് 29, 28 1828 ബ്രഹ്മസമാജ് എന്നൊരു സംഘടന ആര് രൂപീകരിക്കുകയാണ്? ആരാ ഫൗണ്ടർ? അപ്പോൾ ബ്രഹ്മസമാജ് ഫൗണ്ടറും കിട്ടി ആരാ? രാജാറാം മോഹൻ റോയി ആണ് ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ കേട്ടോ. തൊട്ടടുത്ത വർഷം 29 എന്ത് നിരോധിക്കുന്നു? സതി നിരോധിക്കുന്നു. നിരോധിച്ചാരം ചോദിച്ചാൽ അന്നത്തെ ഗവർണർ ജനറലായ ആരാ? വില്യം ബെൻഡിക് പ്രഭു ആണ് ഇതെന്ത് ചെയ്യുന്നത്? നിരോധിച്ചത്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇയർ വാസ് ദി ദിവാനി ഓഫ് ബംഗാൾ ട്രാൻസ്ഫേർഡ് ടു ഈസ്റ്റ് ഇന്ത്യ കമ്പനി? നമ്മുടെ ദിവാനി ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞാൽ ബംഗാളിൻ്റെ ലാൻഡ് ടാക്സാണ്. ഏത് വർഷമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ട്രാൻസ്ഫേർഡ് ചെയ്ത് കൊടുത്തത്? നമുക്കറിയാം ഈ ബംഗാൾ എന്ന പ്രദേശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേരിൽ എഴുതി കൊടുത്തത് ട്രീറ്റി ഓഫ് അലഹബാദ് എന്ന് പറയുന്ന സന്ധിയിലൂടെയാണ് അല്ലേ. ട്രീറ്റി ഓഫ് അലഹബാദിൽ കൂടെയാണ് ബംഗാൾ എന്ന പ്രദേശം ആർക്ക് എഴുതി കിട്ടുന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എഴുതി കൊടുക്കുന്ന ഏത് വർഷം? 1765 അല്ലേ. ഓപ്ഷനിലുണ്ട് ഓപ്ഷൻ സി അല്ലേ. 1765 ട്രീറ്റി ഓഫ് അലഹബാദ് എന്ന സന്ധി അല്ലേ. ട്രീറ്റി ഓഫ് അലഹബാദ് നമ്മൾ പഠിച്ചതാണ്. ആരൊക്കെ തമ്മിലാണ് ട്രീറ്റി ഓഫ് അലഹബാദ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഇതൊരു യുദ്ധത്തിൻ്റെ ഭാഗമായി വന്നതാണ് അല്ലേ. 64 ബാറ്റിൽ ഓഫ് ബക്സാർ അല്ലേ. 1764 ബക്സാർ യുദ്ധത്തിൻ്റെ ഭാഗമായി വന്ന ട്രീറ്റിയാണ് ഏത്? ട്രീറ്റി ഓഫ് അലഹബാദ് എന്ന് പറഞ്ഞത്. ആരൊക്കെ തമ്മിലായിരുന്നു ആ സന്ധി ഒന്ന് ഒപ്പുവെച്ചത്? അന്ന് നമ്മുടെ റോബർട്ട് ക്ലൈവും ആരും തമ്മില? ആ സമയത്തെ മുഗൾ റൂളറായ ഷാ ആലം രണ്ടാമനും തമ്മിൽ അല്ലേ. അലഹബാദ് സന്ധി ആരൊക്കെ തമ്മിലായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി റോബർട്ട് ക്ലൈവും അതുപോലെ അന്നത്തെ നമ്മുടെ ബക്സർ യുദ്ധത്തിൽ പങ്കെടുത്ത മുഗൾ റൂളറായിരുന്നു ആര്? നമ്മുടെ ഷാ ആലം രണ്ടാമൻ. അവർ തമ്മിലായിരുന്നു ഈ ഒരു സന്ധി ഒപ്പുവെച്ചത്. ആ സന്ധി പ്രകാരമാണ് ബംഗാൾ എന്ന പ്രദേശം ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എഴുതി കൊടുക്കുന്നത്. അതിൽ പറയുന്നതാണിത് ബംഗാളിൻ്റെ ലാൻഡ് ടാക്സ് ദിവാനി കളക്ഷൻ ഇനി ആര് പിടിച്ചെടുക്കുക എന്നുള്ളത്? കമ്പനിക്ക്. സോ ഏത് വർഷം ചോദിച്ചാൽ അലഹബാദ് സന്ധിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ 1765, 1765. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ. ഇവിടെ ദിവസത്തിലോട്ട് പോയാലോ. അടുത്ത്, വേർ ഈസ് ഷേർഷാ സൂരി ടോംബ് ലൊക്കേറ്റഡ് അല്ലേ. നമ്മുടെ സൂർ വംശത്തിൻ്റെ സ്ഥാപകൻ, ദ ഫൗണ്ടർ ഓഫ് സൂർ ഡൈനാസ്റ്റി ആണ് ആര്? നമ്മുടെ ഷേർഷാ സൂരി. എവിടെയാണ് ഷേർഷാ സൂരിയുടെ ഈ ഒരു ടോംബ്? ഈ നമ്മൾ ഈ കാണുന്നതാണ് ഷേർഷായുടെ ശവകുടീരം. ഇതെവിടെ ഇരിക്കുന്നു? അവരുടെ സ്വന്തം ക്യാപിറ്റൽ അല്ലേ. സൂർ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ ഏതാ? ബീഹാറിലെ സസാരം അല്ലേ. ബീഹാറിൻ്റെ സസാരമാണ് ഈ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ. സൂർ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ ഏതാ? ബീഹാറിലെ സസാരം എന്ന സ്ഥലമാണ്. ആ സസാരത്തിലാണ് നമുക്ക് ഈ ഒരു മോണമെന്റ് കാണാൻ പറ്റുന്നത്. ഈ മോണമെന്റ് ഷേർഷാ സൂരിയുടെ എന്താണ്? ശവകുടീരമാണ് കേട്ടോ. നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത്, ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് രാമകൃഷ്ണ മിഷൻ? രാമകൃഷ്ണ മിഷൻ്റെ സ്ഥാപകൻ ആരാണ്? നമുക്കറിയാം രാമകൃഷ്ണ മിഷൻ്റെ സ്ഥാപകൻ ആരാണ്? നമ്മുടെ സ്വാമി വിവേകാനന്ദൻ അല്ലേ. നമ്മുടെ സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ നമ്മുടെ 1897 ഇത് രൂപീകരിച്ചത് കേട്ടോ. അതും ചോദിക്കും കേട്ടോ. ഏത് വർഷമാണ്? ഇയർ ഏത് വർഷം? 1897,
97 രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത്. ആരാ അതിൻ്റെ സ്ഥാപകനെന്ന് ചോദിച്ചാൽ ആരാ? നമ്മുടെ സ്വാമി വിവേകാനന്ദനാണ് അതിൻ്റെ സ്ഥാപകൻ കേട്ടോ. അതുപോലെ ഇപ്പോൾ ഈ ഇടയ്ക്ക് എക്സാം ചോദിച്ചാണ് നമ്മുടെ വിവേകാനന്ദൻ്റെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഇതാണ് വിവേകാനന്ദൻ്റെ ചിക്കാഗോ സ്പീച്ച് അല്ലേ. ഈ CSL ചോദിച്ചതാണ് ഏത് വർഷമാണ് ചിക്കാഗോ സ്പീച്ച് പ്രസംഗം വിവേകാനന്ദൻ നടത്തിയത്? ഏത് വർഷം എന്നറിയൂ? 1893 93 കേട്ടോ. 1893 സ്വാമി വിവേകാനന്ദൻ്റെ വളരെ പ്രസിദ്ധമായ ചിക്കാഗോ സ്പീച്ച് നടന്നത്. ഏത് വർഷം? 1893. 97 രാമകൃഷ്ണ മിഷൻ ആര് സ്ഥാപിക്കുന്നു? സ്വാമി വിവേകാനന്ദൻ സ്ഥാപിക്കുന്നു. നമ്മൾ ഈ ഓപ്ഷനിലുള്ള ഓരോ വ്യക്തികളും ഓരോ സംഘടനയുടെ എന്താണ്? സ്ഥാപകരാണ് അല്ലേ. ഇപ്പം നമുക്കറിയാം നമ്മുടെ ദയാനന്ദ സരസ്വതി ഫൗണ്ടർ ഓഫ് ആര്യ സമാജ് അല്ലേ. നമ്മുടെ ആര്യ സമാജിൻ്റെ സ്ഥാപകനാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. അതുപോലെ ആത്മാറാം പാണ്ഡുരംഗ് അല്ലേ, നമ്മുടെ പ്രാർത്ഥനാ സമാജം അല്ലേ, പ്രാർത്ഥനാ സമാജത്തിൻ്റെ സ്ഥാപകനാണ് ആര്? ആത്മാറാം പാണ്ഡുരംഗ്. അതുപോലെ ജ്യോതിറാവു ഫൂലെ അതാ സത്യശോധക് സമാജം അല്ലേ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ആണ്. സത്യശോധക എല്ലാ വർഷവും ഏതെങ്കിലും സീരിയസ് എക്സാമിന് ചോദിക്കുന്നത്. ഇപ്പോഴത്തെ CSL ഉണ്ടായിരുന്നു, കഴിഞ്ഞ മുമ്പത്തെ എല്ലാ വർഷവും സത്യശോധക് സമാജം ഉണ്ടായിരുന്നു. ഫൗണ്ടർ ആരാ? ജ്യോതിറാവു ഫൂലെ. ഓക്കെ, ഇപ്പം അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത് ഹു അമംഗ് ദ ഫോളോയിങ് റൂളേഴ്സ് ബിലോങ്സ് ടു ദി തുളുവ ഡൈനാസ്റ്റി. നമ്മൾ തുളുവ ഇപ്പോൾ എപ്പോഴും പഠിച്ചതുള്ളൂ അല്ലേ. നമ്മുടെ വിജയനഗരത്തിലെ ഒരു വംശം സംഗമ സാലുവ തുളുവ അരവിടു, അതിൽ തുളുവ വംശം അല്ലേ. നമ്മുടെ തുളുവ വംശത്തിലെ രാജാവ് ഇതിൽ ആരാണ്? തുളുവ വംശം എന്ന് കേട്ടാൽ വേറൊരു ഇതുമില്ല. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും ഫേമസ് ആയ റൂളർ തുളുവ വംശത്തിലെ ആര്? കൃഷ്ണദേവരയ്യ അല്ലേ. നമ്മുടെ കൃഷ്ണദേവരയ്യ വിജയനഗരം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഗോൾഡൻ ഏജ് ആരുടെ കാലഘട്ടമാണ്? കൃഷ്ണദേവരുടെ കാലഘട്ടമാണ്. അദ്ദേഹം ഏത് വംശത്തിലാണ് വരുന്നത്? അദ്ദേഹം ഒരു തുളുവ രാജാവായിരുന്നു. തുളുവ വംശത്തിലെ രാജാവായിരുന്ന ആര്? കൃഷ്ണദേവരയ്യ. ഓക്കെ, ആ വിജയനഗരത്തെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. ഓക്കെ, അടുത്ത ചോദ്യം. ദ വേർഡ് സത്യമേവ ജയതേ ഈസ് ടേക്കൺ ഫ്രം വിച്ച് ഉപനിഷത്ത് അല്ലേ. സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എത്ര ഉപനിഷത്തുണ്ട്? 108 അല്ലേ. ടോട്ടൽ 108 ഉപനിഷത്തുണ്ട്. മൊത്തമായി 108 ഉപനിഷത്ത്. അത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഉപനിഷത്താണ് ഏത്? മുണ്ടക അല്ലേ. ഈ മുണ്ടക ഉപനിഷത്തിൽ നിന്നുമാണ് സത്യമേവ ജയതേ എടുത്തിരിക്കുന്നത് അല്ലേ. നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് അല്ലേ. സത്യമേവ ജയതേ ഈസ് ടേക്കൺ ഫ്രം വിച്ച് ഉപനിഷത്ത്? ഏത് ഉപനിഷത്ത്? മുണ്ടക ഉപനിഷത്ത്. അങ്ങനെ മൊത്തം എത്ര ഉപനിഷത്തുണ്ട്? 108 ഉപനിഷത്തുകൾ ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ ലോർഡ് കട്സൺ ഓർഡർ ദി ബംഗാൾ പാർട്ടീഷൻ അല്ലേ. വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബംഗാൾ വിഭജനം അല്ലേ, നമുക്ക് എല്ലാവർക്കും പഠിച്ചുള്ള ഒരു ചാപ്റ്ററാണ് ബംഗാൾ പാർട്ടീഷൻ. അത് നടപ്പിലാക്കിയ അന്നത്തെ വൈസ്രോയി ആരെന്നും ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ തന്നെയുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. അന്നത്തെ വൈസ്രോയി കട്സൺ ആയിരുന്നു. കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം എന്ത് ചെയ്യുന്നത്? അനൗൺസ് ചെയ്ത വൈസ്രോയി. അത് ഏത് വർഷം? ഏത് വർഷോടാ? 1905 അല്ലേ. 1905 ബംഗാൾ പാർട്ടീഷൻ നടപ്പിലാക്കുന്നത് അല്ലേ. ബംഗാൾ പാർട്ടീഷൻ നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1905. അത് അനൗൺസ് ചെയ്ത വൈസ്രോയി, അന്നത്തെ വൈസ്രോയി ആരാ? ലോർഡ് കഴ്സൺ പ്രഭുവാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും അല്ല ഹിസ്റ്ററി വലിയൊരു ഭാഗമാണ്. എന്നാൽ പോലും നമുക്ക് ഇനി നമുക്കിനി കുറച്ച് ദിവസമുള്ളൂ, ഒരു മാസം നമുക്ക് അടുപ്പിച്ചേ ഉള്ളൂ എന്താ എക്സാമിനായിട്ട് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററിയുടെ ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്ത കാര്യവും ഇനിയിപ്പോൾ നമ്മൾ വേറെ കാര്യം ഇന്ന് പഠിച്ച് ഇതേ ക്വസ്റ്റ്യൻ മോഡലുള്ള വേറെ ക്വസ്റ്റ്യൻസും അടുത്തടുത്തുള്ള എന്താണ് ക്ലാസ്സിൽ വരും. കാരണം അതിൻ്റെ ബേസിലുള്ള ഏതെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വീണ്ടും വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കുറേ ചെയ്യുമ്പം കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ ലെക്കുണ്ടേ അതേ ക്വസ്റ്റ്യൻസ് തന്നെ. ഇപ്പം ഇപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ CSL എക്സാമിനാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ PYQ ഉണ്ടായിരുന്നു ഇഷ്ടം. അതും അതേപാടി സെയിം ക്വസ്റ്റ്യൻ അതേപാടി തന്നെ ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.